അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എവിടെയെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ടോട്ടൽ സോളിഡ് കണ്ടന്റ് ഓഫ് എ ടൊമാറ്റോ ഡിക്രീസസ് കുറയും, ഡിക്രീസസ് ഫ്രം ഗ്രീൻ ടു റൈപ്പനിങ്. ഗ്രീനിൽ നിന്ന് റൈപ്പൻ ആകുമ്പോൾ അതിന്റെ സോളിഡ് കണ്ടന്റ് കുറയും. അതുപോലെ തന്നെയാണ് ക്ലോറോഫിൽ കണ്ടന്റ്. അതായത് ദ ക്ലോറോഫിൽ കണ്ടന്റ് ഡിക്രീസ് വിത്ത് ഇൻക്രീസ് ഇൻ. എന്താ ഇൻക്രീസ് ചെയ്യുന്ന? ക്ലോറോഫിൽ കുറയും, പക്ഷേ ലൈക്കോപ്പിന്റെ കണ്ടന്റ് കൂടും. ലൈക്കോപ്പിൻ കൂടുന്നതുകൊണ്ടാണ് അതിന് ആ ചുമന്ന കളർ കിട്ടുന്നത്. അപ്പൊ ദ ക്ലോറോഫിൽ കണ്ടന്റ് ഡിക്രീസ് വിത്ത് ഇൻക്രീസ് ഇൻ ലൈക്കോപ്പിൻ. അപ്പൊ ആ പോയിന്റ് നിങ്ങൾക്ക് കിട്ടിയേ, ദ ക്ലോറോഫിൽ കണ്ടന്റ് ഇൻക്രീസ് വിത്ത് ഡിക്രീസ് ഇൻ ലൈക്കോപ്പിൻ. ഇനി അടുത്ത പറയാൻ പോണത് നമ്മുടെ റൈപ്പൻഡ് ടൊമാറ്റോയിൽ വെച്ചിട്ട്, റൈപ്പൻ വിളഞ്ഞ തക്കാളി വെച്ച് നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കും എന്നാണ്. ആദ്യം പറയുന്നത് ഫ്രൂട്ട് പൾപ്പ്. ഫ്രൂട്ടിന്റെ പൾപ്പ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് എന്തൊക്കെയാണെന്നാണ്. ഫ്രൂട്ട് പൾപ്പ് യൂസ് ചെയ്യും, ഫ്രൂട്ടിന്റെ പേസ്റ്റ് യൂസ് ചെയ്യും, ഫ്രൂട്ടിന്റെ പ്യൂരി യൂസ് ചെയ്യും, പിന്നെന്ത് പറയുന്നുണ്ട്, ജ്യൂസ് യൂസ് ചെയ്യും, കെച്ചപ്പ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യും, കെച്ചപ്പ്, ജ്യൂസ്, അതുപോലെ പൗഡർ, സോപ്പ്, പൗഡർ, സോപ്പ്, സോസ്. സോപ്പാണോ സൂപ്പാണോ? സൂപ്പാണ്. സോപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവരും സോപ്പ് സോപ്പൊക്കെ ഉണ്ടാക്കും. ഞങ്ങളൊക്കെ തക്കാളി കുളിക്കുന്നവരെ. സോപ്പല്ല, സൂപ്പാണ്. SOUP, സൂപ്പ്. സൂപ്പ് കഴിഞ്ഞിട്ട് സോസ് യൂസ് ചെയ്യുന്നുണ്ട്. ടൊമാറ്റോ സോസ് വാങ്ങിക്കാൻ കിട്ടും. ആൻഡ് നമ്പർ ഓഫ് പിന്നെ സോസ് വരെ ആയിട്ടുണ്ട്. ദ പാർഷ്യലി പ്രോസസ്ഡ് ഫ്രൂട്ട്സ്, പാർഷ്യലായിട്ട് പ്രോസസ് ചെയ്ത ടൊമാറ്റോ ഫ്രൂട്ട്സ് നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യും? അച്ചാർ ഉണ്ടാക്കാൻ, പിക്കിൾസ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യും, പിക്കിൾസിന് യൂസ് ചെയ്യും. പിന്നെ ചട്നി ഉണ്ടാക്കാൻ യൂസ് ചെയ്യും. പിന്നെ ഇൻ ദ റെസിപ്പി ഓഫ് നമ്പർ ഓഫ് ട്രഡീഷണൽ ക്യൂസിൻസ്, ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാനായിട്ടും നമ്മൾ ഈ പറയുന്ന പ്രോസസ് ചെയ്ത ടൊമാറ്റോ യൂസ് ചെയ്യും. അപ്പൊ നിങ്ങൾ ഓർക്കുക, ടൊമാറ്റോയുടെ ഫ്രൂട്ട് പൾപ്പ് ഉണ്ട്, പേസ്റ്റ് ഉണ്ട്, പ്യൂരി ഉണ്ട്, ജ്യൂസ് ഉണ്ട്, കെച്ചപ്പ് ഉണ്ട്, പൗഡർ ഉണ്ട്, സൂപ്പ് ഉണ്ട്, സോസ് ഉണ്ട്. പിന്നെ ടൊമാറ്റോനെ പ്രോസസ് ചെയ്ത ടൊമാറ്റോ ആണെങ്കിൽ അതിന്റെ പിക്കിൾസ് ഉണ്ട്, ചട്നി ഉണ്ട്, ട്രഡീഷണൽ ആയിട്ടുള്ള ക്യൂസിൻസ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ടൊമാറ്റോയിൽ പറയുന്നത്. പിന്നെ പറയുന്നതെന്ന് വെച്ചാൽ ഫോംനെസ് ഓഫ് ടൊമാറ്റോ ആൻഡ് കൺസിസ്റ്റൻസി ഓഫ് ടൊമാറ്റോ പ്രൊഡക്ട്സ്. ഫോംനെസ്സും കൺസിസ്റ്റൻസിയും കൊടുക്കുന്നത് പെക്റ്റിനേസ് എന്ന് പറയുന്ന എൻസൈമാണ്. പെക്റ്റിനേസ് എന്ന് പറയുന്ന എൻസൈമാണ്, പെക്റ്റിനേസ് അല്ല, പെക്റ്റിൻ എന്ന് പറയുന്ന കണ്ടന്റ് ആണ്. പെക്റ്റിനേസ് സെക്രീറ്റ് ചെയ്യുന്ന പെക്റ്റിൻ എന്ന് പറയുന്ന കണ്ടന്റ് ആണ് അതിന് ഫേംനെസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ എന്താ പറയുന്ന കൺസിസ്റ്റൻസി കൊടുക്കുന്നത്. ടൊമാറ്റോയ്ക്ക് പിടിക്കുമ്പോൾ ഒരു കൺസിസ്റ്റൻസി കൊടുക്കുന്നത് പെക്റ്റിനാണ്. പിന്നെ പറയുന്നത് അസിഡിറ്റി ഓഫ് ടൊമാറ്റോ. ടൊമാറ്റോയിൽ 2 ടൈപ്പ് ആസിഡ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ആദ്യം പറയുന്നത് സിട്രിക് ആസിഡ്, ഒരു പുളിയില് സിട്രിക് ആസിഡ്. പിന്നെ പറയുന്നത് മാലിക് ആസിഡ്, സിട്രിക്കും മാലിക്കും ആസിഡ്. തക്കാളി കല്യാണം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഇല്ല, കേട്ടിട്ടില്ല ആരും. തക്കാളി കല്യാണമാണ് മാലയിടുന്നത്. തക്കാളി വെച്ച് നമ്മൾ മാലയിടും. അതാണ് മാലിക് ആസിഡ്. മാലിക് ആസിഡില് സിട്രിക് ആസിഡ് ഒളിഞ്ഞു കിടപ്പുണ്ടോ? ഉണ്ട്. എഴുതി നോക്കിക്കേ, MALICITRIC, സിട്രിക് ആസിഡ്, മാലിക് ആസിഡ്. കിട്ടിയോ? സിട്രിക് ആസിഡും മാലിക് ആസിഡ് 2 ആസിഡാണുള്ളത്. എവിടെ? ടൊമാറ്റോയില്. ഓക്കെ. സിട്രിക് ആസിഡ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് സിട്രസ് ഫ്രൂട്ട്സിൽ കാണാം. ഇപ്പൊ തൽക്കാലം ടൊമാറ്റോയില് സിട്രിക് ആസിഡും ഉണ്ട്, മാലിക് ആസിഡും ഉണ്ട്. പിന്നെ പറയുന്നത് ആവറേജ് കലോറിഫിക് വാല്യൂ. ആവറേജ് ആയിട്ടുള്ള കലോറിഫിക് വാല്യൂയെ പറ്റി പറയുന്നുണ്ട്. അത് എത്രയാണ് പറഞ്ഞേക്കുന്നത്? 23 തൊട്ട് 25 കിലോ കലോറി പെർ kg ആണോ? അല്ല, പെർ 100 ഗ്രാം. പക്ഷെ നമ്മൾ പഠിക്കുന്നത് തക്കാളിക്ക് 23 രൂപ, 25 രൂപ. നിങ്ങൾ കേട്ടിട്ടില്ലേ അങ്ങനെ? 25 രൂപ തക്കാളി,
അങ്ങനെ കേട്ടിട്ടില്ലേ? കച്ചവടക്കാർ പറയും 23 രൂപ 25 രൂപ വരൂ വരൂ വരൂ. അപ്പൊ 23 25 കിട്ടും. അങ്ങനെ അതിന്റെ കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത് 23 തൊട്ട് 25 കിലോ കലോറി പെർ കിലോഗ്രാം അല്ല. നിങ്ങൾ ഓപ്ഷനിൽ തെറ്റിക്കാൻ കിലോഗ്രാം എന്ന് എഴുതും, ഗ്രാം ആണ്, 100 ഗ്രാമില്. അപ്പൊ അത് മറക്കല്ല. ഇനി ആന്റി ഓക്സിഡൻസ് കാണുന്നുണ്ട്, അതിൻ്റെ അകത്ത് ആന്റി ഓക്സിഡൻസ് ഉണ്ട്. ഏതൊക്കെ ആന്റി ഓക്സിഡൻസ് ആണുള്ളത്? ഒന്ന് ലൈക്കോപ്പീൻ, ലൈക്കോപ്പീനും ഉണ്ട്. എന്നാൽ ഒരു സാധനം കൂടെ ഉണ്ട്, ലൈക്കോപ്പീനൊപ്പം വേറെന്താ ഉള്ളത്? ലൈക്കോപ്പീനും അസ്കോർബിക് ആസിഡും. അസ്കോർബിക് ആസിഡ്, അസ്കോർബിക് ആസിഡും ഉണ്ട്, ലൈക്കോപ്പീനും ഉണ്ട്. ആന്റിയുടെ പേര് ആന്റി ഓക്സിഡന്റ് എന്ന് പറഞ്ഞ ഓർമ്മയുണ്ട? ആന്റി ഓക്സിഡന്റ് പറയുമ്പോ ആന്റി ആലോചിച്ചാൽ മതി, നമ്മുടെ വീട്ടിലെ ആന്റി. ആന്റിയുടെ പേര് ലൈല, ലൈല, ലൈല. ആ ല ആണ് ലൈക്കോപ്പീൻ, എ ആണ് അസ്കോർബിക് ആസിഡ്. കിട്ടിയോ? അപ്പൊ ആന്റിയുടെ പേര് കിട്ടി, ലൈല. ആന്റി ഓക്സിഡന്റ് എന്ന് ഓർത്താൽ മതി. ആന്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത് ഒന്ന് ലൈക്കോപ്പീനും അസ്കോർബിക് ആസിഡും ആണെന്ന് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ഇനി പറയാൻ പോണത് നമ്മുടെ മിനറൽസ്. ഏതൊക്കെ മിനറൽസ് കാണുന്നുണ്ട്? ഫസ്റ്റ് പറയുന്ന മിനറൽസ് മഗ്നീഷ്യം. മഗ്നീഷ്യം കാണുന്നുണ്ടോ? ഉണ്ട്. മഗ്നീഷ്യം, മഗ്നീഷ്യം. കാൽഷ്യം ഉണ്ടോ? ഇല്ല. മഗ്നീഷ്യം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്. പൊട്ടാസ്യം, മഗ്നീഷ്യം. പിന്നെ പറയുന്ന കോപ്പർ, കോപ്പർ, അയൺ. സൾഫർ ഉണ്ടോ? സൾഫർ ഉണ്ടോ? സൾഫർ ഉണ്ട്. മഗ്നീഷ്യം, പൊട്ടാസ്യം, കോപ്പർ, സൾഫർ, അയൺ അല്ലേ? ഇതെങ്ങനെ കിട്ടും മിനറൽസ് ആന്ന്? നിങ്ങൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. നിങ്ങളുടെ കടയിൽ തക്കാളി വാങ്ങിക്കാൻ വന്ന 2 പേര്, ഒരാളെ SI, ഒരു SIയും വന്ന് ഒരു പോലീസ് കോൺസ്റ്റബിളും വന്ന് എന്ത് വാങ്ങിക്കാനാ? തക്കാളി വാങ്ങിക്കാനല്ലേ? പുള്ളിയുടെ മിനറൽസ് അല്ലേ ചെക്ക് ചെയ്യുന്ന? ഈ മിനറൽസ് എന്ന് പറയുന്നതാണ് മഗ്നീഷ്യം. ഈ I എന്താണ്? അയൺ. S എന്താണ്? സൾഫർ. ഈ P എന്താണ്? പൊട്ടാസ്യം. C എന്താണ്? C എന്താണ്? സൈറ്റോകൈനിനോ? C എന്ന് പറയുന്നത് കോപ്പർ ആണ്. കോപ്പർ കിട്ടിയോ? അപ്പൊ ഇത്രയും ആലോചിച്ചാൽ മതി. നിങ്ങളുടെ അടുത്ത് തക്കാളി വാങ്ങിക്കാൻ വന്ന ഒരു SIയും പോലീസ് കോൺസ്റ്റബിളും വന്നത് മിനറൽസ് നോക്കി. M ഫോർ മഗ്നീഷ്യം, സൾഫർ, അയൺ, പിന്നെ പൊട്ടാസ്യം, കോപ്പർ. അപ്പൊ മിനറൽസിന്റെ കോഡ് കിട്ടിയോ? SIയും PCയും വന്നു. അതിൻ്റെ അകത്ത് എത്ര മിനറൽസ് ഉണ്ട്? അത് മഗ്നീഷ്യം, പിന്നെ പറയുന്ന കോപ്പർ, അയൺ, പിന്നെ പറയുന്ന എന്താണ്? പൊട്ടാസ്യം. അപ്പൊ ഇത്രയും ടൈപ്പ് മിനറൽസ് ആണ് നമ്മുടെ തക്കാളിയിലുള്ളത്. ഇനി പറയുന്നത് ആന്റി ന്യൂട്രിയൻ, ഓക്സലേറ്റ് കമ്പോണന്റ് ഇൻ ദ ടൊമാറ്റോ. ആന്റി ന്യൂട്രിയന്റ് എങ്ങനെ കിട്ടുന്നതെന്ന് വെച്ചാൽ ടൊമാറ്റോയ്ക്കകത്ത് ഒത്തിരി ഓക്സലേറ്റ് കമ്പോണൻസ് ഉണ്ട്. ഇത് റെസ്പോൺസിബിൾ ആണ് എന്തിന്? ഈ ഓക്സലേറ്റ് കമ്പോണന്റ് ആണ് നമ്മുടെ കിഡ്നി സ്റ്റോൺസിന് കാരണമാകുന്നത്. അതുകൊണ്ടാണ് തക്കാളി കഴിക്കലെന്ന് പറയുന്നത്. കിഡ്നി സ്റ്റോണിനും ബ്ലാഡറിൻ്റെ അകത്ത് സ്റ്റോണിനൊക്കെ കാരണമാകുന്നത്, ഗാൾ ബ്ലാഡറിന്റെ സ്റ്റോണിനും കാരണമാകുന്നത് ഈ ഓക്സലേറ്റ് ആണ്, ഓക്സലേറ്റ് കമ്പോണന്റ് ആണ്. ബൈ കോംപ്ലക്സിങ് അതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഓക്സലേറ്റ് സാധനം കാൽഷ്യം ഫോം ചെയ്യും. ആ കാൽഷ്യം നമ്മുടെ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ലൂമനിൽ വന്ന് പറ്റി അങ്ങ് കുത്തി അങ്ങ് നിൽക്കും. അതാണ് കിഡ്നി സ്റ്റോൺ അല്ലെങ്കിൽ നമ്മുടെ ഗാൾ ബ്ലാഡർ സ്റ്റോൺ എന്നൊക്കെ പറയുന്നത്. പിന്നെ ഇറ്റ് ഓൾസോ ഡിക്രീസസ് ദ ബയോ അവൈലബിലിറ്റി ഓഫ് കാൽഷ്യം ഇൻ ദ ബോഡി. എന്നിട്ട് നമ്മുടെ കാൽഷ്യം ബോഡിയിൽ ആവശ്യമുണ്ട്, അതിൻ്റെ ബയോ അവൈലബിലിറ്റി അങ്ങ് കുറയ്ക്കും. അപ്പോൾ അതാണ് നമ്മുടെ ആന്റി ന്യൂട്രിയൻ്റ് ആയിട്ട് ഇവിടെ തക്കാളി ആക്ട് ചെയ്യുന്നത്. ഇനി അടുത്ത പറയുന്നതെന്ന് വെച്ചാൽ ലൈക്കോപ്പീൻ. ലൈക്കോപ്പീനെ ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഫുഡ് ടെക്നോളജിയുടെ മുമ്പത്തെ ക്ലാസ്സിൽ. ലൈക്കോപ്പീൻ ഒരു റെഡിഷ് കളർ പിഗ്മെന്റ് ആണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, കരോട്ടിനോയിഡ്സ് എല്ലാം റെഡ് പിഗ്മെന്റ്സ് ആയിരിക്കും. അപ്പൊ റെഡ് ഓർ യെല്ലോയിഷ് പിഗ്മെന്റ്സ് എന്നാണ് കരോട്ടിനോയിഡ്സിനെ പറയുന്നത്. ഇവിടെ ലൈക്കോപ്പീൻ ഒരു റെഡ് പിഗ്മെന്റ് ആണ്. ലൈക്കോപ്പീൻ ഈസ് ദ എഫക്റ്റീവ് സിംഗ്ലസ്റ്റ് ഓക്സിജൻ സ്കാവഞ്ചർ. എഫക്റ്റീവ് ആയിട്ടുള്ള സിംഗ്ലറ്റ് ഓക്സിജൻ
സ്കാവഞ്ചർ ആണ് ലൈക്കോപീൻ. ലൈക്കോപീൻ ഒരു സിംഗ്ലറ്റ് ഓക്സിജൻ സ്കാവഞ്ചർ ആണ് ലൈക്കോപീൻ. ഈ ലൈക്കോപീൻ ആണ് നമ്മുടെ ബയോളജിക്കൽ സിസ്റ്റത്തിലുള്ള ഒരു സിംഗ്ലറ്റ് ഓക്സിജൻ സ്കാവഞ്ചർ. എന്തിനാ ഞാൻ എടുത്ത് സിംഗ്ലറ്റ് ഓക്സിജൻ സ്കാവഞ്ചർ എഴുതിയാന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും ഈ പറയുന്ന ലൈക്കോപീൻ എന്ന് പറയുന്നത് ബയോളജിക്കൽ സിസ്റ്റത്തിലെ സിംഗ്ലസ്റ്റ് വിച്ച് among the following is the simplest oxygen scavenger in the biological system എന്നൊരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അപ്പോഴേ ഓപ്ഷനിലെ ലൈക്കോപീൻ കണ്ടാൽ ലൈക്കോപീനിലെ ചാടി അങ്ങ് വീഴണം. ഓക്കെ, സ്കാവെഞ്ചർ അല്ലേ? സ്കാവെഞ്ചർ എന്ന് പറഞ്ഞാൽ പിടിക്കുക, ഒരാളുടെ മനസ്സ് പിടിക്കുക. ഒരാളുടെ മനസ്സ് പിടിക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? കരയും. കരഞ്ഞ് മനസ്സ് പിടിക്കുന്നവരുണ്ട്. പെണ്ണുങ്ങളാണെങ്കിൽ ഫസ്റ്റ് ചെയ്യുന്നത് ഓ ചേട്ടൻ്റെ കാര്യം സാധിക്കാൻ വേണ്ടി കരയും. അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ സിംഗ്ലസ്റ്റ് ഓക്സിജൻ സ്കാവഞ്ചർ എന്ന് പറയുന്നത് എൻവയോൺമെന്റിലുള്ളത് ലൈക്കോപീൻ ആണ്. ഇനി വൈറ്റമിൻ സി, ലൈക്കോപീൻ, കരോട്ടിനോയിഡ്സ് പ്രസന്റ് ഇൻ ടൊമാറ്റോ ആർ ആന്റി ഓക്സിഡൻസ്. ഏതൊക്കെയാണ്? ലൈക്കോപീൻ നമ്മൾ പഠിച്ചു, ഓക്സിജൻ സ്കാവഞ്ചറാ, അതൊരു ആന്റി ഓക്സിഡന്റാ. കരോട്ടിനോയിഡ്സ്, ബീറ്റ കരോട്ടിനോയിഡ്സ് നേരത്തെ പറഞ്ഞല്ലോ. ഈ കരോട്ടിനോയിഡ്സും വൈറ്റമിൻ സി, തക്കാളിയിൽ വൈറ്റമിൻ സി ഉണ്ട്. അപ്പോൾ വൈറ്റമിൻ സിയും കരോട്ടിനോയിഡ്സും ലൈക്കോപീനുമാണ് ആന്റി ഓക്സിഡൻസ്. ടൊമാറ്റോയിൽ കാണുന്ന ആന്റി ഓക്സിഡൻസ്. Lycopene also exhibits similar effectiveness in inhibit low density inhibiting എന്തിനൊക്കെ വേണ്ടിയിട്ടാ? ലൈക്കോപീൻ സിമിലർ ആയിട്ടുള്ള എക്സിബിറ്റ് ചെയ്യും എഫക്റ്റീവ്നെസ് എന്തില്? ലോ ഡെൻസിറ്റി ഇൻ ലിപ്പോപ്രോട്ടീൻ ഓക്സിഡേഷൻ ഓർ ബീറ്റ കരോട്ടിൻ. എന്തിൻ്റെയൊക്കെ ലോ ഡെൻസിറ്റിക്കാണ്? ലിപ്പോപ്രോട്ടീൻ്റെ ഓക്സിഡേഷന് വേണ്ടി